എന്നാ പോയൊരു കോഴിയും മേടിച്ചോണ്ടോ. പിന്നെ സമയം 2:40. അങ്ങോട്ട് 5 മിനിറ്റ് ഇങ്ങോട്ട് 5 മിനിറ്റ്. 2:50 ഇവിടെ എത്തിക്കോണം. കണ്ണി കണ്ടവളന്മാരോടെങ്ങാനും റോഡിൽ കുറുകിക്കൊണ്ട് നിന്നെങ്ങാനും ഞാൻ അറിഞ്ഞാൽ ലൈവ് ലൊക്കേഷൻ ഇട്ടിട്ട് പോയിട്ട് വാ. പറഞ്ഞേട്ടല്ലോ 10 മിനിറ്റുള്ളിൽ 2 കോഴി വീട്ടിൽ കണ്ടേക്കണം. ഒരു കോഴിയെന്നല്ലേ നീ പറഞ്ഞേ? ഒന്ന് നിങ്ങളെയാ. താങ്ക്സ്. അടിച്ചിട്ട് വാ. വേണ്ട, സമയമില്ല. ഇങ്ങോട്ട് വാടാ പോയി. പെട്ടെന്ന് വിടാവോ? ഒരു നിപ്പനടിക്കുന്നതിന് എന്നാ സമയം വേണം? ഇങ്ങോട്ട് വാ. എങ്ങനെ നടന്ന ഒരു മനുഷ്യന് നീ ഇങ്ങനെ ഒരു അച്ചിക്കോന്തനായി പോയല്ലോടെ. ആക്കുന്നതിന്റെ കാര്യമൊക്കെയാ. ഇച്ചിരി സംശയരോഗം ഉണ്ടെന്നേ ഉള്ളൂ. ഇതിനകത്ത് അതിന് എന്തോ ഇരിക്കുന്നു സംശയിക്കുക. എടാ പോടെ ഓർക്ക. അയ്യോ പറഞ്ഞു തീർന്നില്ല അതിന് മുമ്പേ. എടീ ലൊക്കേഷൻ സ്റ്റക്ക് ആയല്ലോ. നിങ്ങളെവിടാ? നമ്മുടെ സുഭാഷിനെ കണ്ടു, അവനോട് സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നു. ചുബാച്ച് ഒരു സെൽഫി എടുത്തയച്ചേ. ഒരു സെൽഫി എടുത്തോട്ടെ. ഒന്നും തോന്നല്ലേ. അവക്കെന്തോട് ഇത്രയും സംശയം നിന്നെ? അവിടെ കണ്ടിഞ്ഞ ദുൽഖർ സൽമാന് ഈ നിക്കർ വരെ ഫേസ് ലോക്കാ. അപ്പൊ ഇത് ഊർന്നെങ്കിൽ നിങ്ങൾ കുനിഞ്ഞു കിടന്ന് നോക്കണം. എന്റെ പൈസ വെച്ചല്ല, അവളുടെ പൈസ വെച്ചാ. അവളെ കാണുമ്പോഴേ ഇതങ്ങ് ഊരിപ്പോരും. ഇവിടെ അപ്പൊ വഴി വെച്ച് മൂത്രം ഒഴിക്കാൻ മുട്ടിയ നീ എന്തോ ഇവിടെ? അതിനല്ലേ ട്യൂബ്. ഒരു നിപ്പനടിച്ചിട്ട് വിട്ടോ. മിക്സാ. അവൾ അറിഞ്ഞ വിഷയവാ. പിന്നെ സുഭാഷ് പറയുമ്പോ എങ്ങനാ എന്നെ അവിടം വരെ ഒന്ന് കൊണ്ടുവിടണേ. നിങ്ങൾ ഇവിടം വരെ വന്നാൽ മതി. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ വിളിക്കാം. ചിക്കൻ വന്നു. അവള് ഭയങ്കര ദേഷ്യത്തിലാ. നിങ്ങൾ വിട്ടോ. എന്തിനാടാ ഇങ്ങനെ നാണം കെട്ടി ജീവിക്കുന്നത്? നാട്ടിലുള്ള വല്ല തെണ്ടികൾ അറിഞ്ഞാണ്ടല്ലേ. അയ്യോ ആകാശക്കോടാലി. നിങ്ങൾക്കൊക്കെ ഒരു കാര്യം അറിയാവോ? ഒരു കാലത്ത് ഇവിടുത്തെ മുഴുവൻ ഫോഴ്സും ബിജുമാവൻ ഒന്നും അല്ലായിരുന്നു. എടാ ചുമ്മാരി. ബിജുമാവ ചുമ്മാരി മാമ. പണ്ടത്തെ ഉത്സവത്തിന് ഇടിയുടെ കാര്യം ഞാൻ പറയട്ടെ. എന്തോ ഇടിയാണെന്നറിയോ? 10 പേരിങ്ങനെ വട്ടത്ത് നിൽക്കും. ബിജുമാവൻ മുണ്ട് മടക്കി കുത്തി കാല് വെച്ച് കറക്ക് ഒറ്റ അടി അടിക്കുമ്പോണ്ടല്ലോ ഇവിടുത്തെ ചേച്ചിമാരെല്ലാം വട്ടം വന്നിട്ട് ഞാൻ പറയും. നീ പറ. പണ്ട് ഇങ്ങേര് മുണ്ടും മടക്കി കുത്തി ചേച്ചിമാരുടെ ഇടയിൽ ഒരു നിപ്പ് നിൽക്കും മാമാ. ഇപ്പൊ അത് നടക്കത്തില്ല. അതിനാ ട്യൂബ് കാണും. ട്യൂബ് അതൊന്നുമില്ല. എന്നാ മുട്ടായി മേടിക്കാൻ പൈസ. നീ പോ. വയ്യാത്ത തീർക്കണം. വയ്യാത്ത ചേർക്കാനാണേലും അവൻ പറഞ്ഞതിലും കാര്യമുണ്ട്. നീ ഒന്ന് ഓർത്ത് നോക്ക് നിന്റെ പഴയ കഥകൾ. ഞാനും കേട്ടിട്ടുണ്ട് ബിജുവിന്റെ കഥകൾ. നിങ്ങളല്ലോ അറിഞ്ഞായിരുന്നോ വിവരം? എന്തുവാ? എടാ ആ ബിജു അവന്റെ പെണ്ണുമ്പിള്ള എടുത്ത് ഇടിച്ചിട്ട് അവിടെ വലിയ വിഷയം നടക്കുന്നു. എടാ ആരാണ്ട് തെണ്ടികൾ കള്ളും വാങ്ങിച്ചു കൊടുത്ത് മൂപ്പിച്ച് വിട്ടതാ അവന്. എന്നാലും അത് ആരായിരിക്കും? അവിടെ ആങ്ങളമാരെല്ലാം കൂടെ അവനെ എടുത്ത് അലക്കിട്ടുണ്ടല്ലോ. അവളെ എത്തി കിടക്കുന്നവരവിടെ കിടപ്പുണ്ട്. ഇതിലും വലിയാണ്ട് വരാനിരുന്ന ഇല്ലയോടാ? ഇതിലും വലുതെന്തോ വരാനാ? ഗാർഹിക പീഡന വകുപ്പ് പോലീസും വന്നിട്ടുണ്ട്. സ്റ്റേഷനിലോട്ട് വൃത്തിയായിട്ട് ശബ്ദം ഉണ്ടാക്കി മനുഷ്യർ ചീത്തപ്പേര് കേൾപ്പിക്കല്ലേ. ബിജുമാമ